നമ്മൾ തുടങ്ങിയപ്പോൾ അരമണിക്കൂർ ലേറ്റായി, നിർത്തിയപ്പോൾ അരമണിക്കൂർ മുന്നേ തന്നെ ആയിരുന്നു. എന്തായാലും വളരെ സന്തോഷം. സത്യത്തിൽ നിങ്ങളെക്കാളും വലിയൊരു എനർജിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഈ എൻജിനീയറിംഗ് കോളേജിൽ തന്നെ വന്ന് ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്, 2 കാരണമുണ്ട്. ഒന്ന്, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ സൗകര്യം, സ്ഥലം വിദേശത്തുണ്ട് എന്നുള്ള ഒരു സൗകര്യം. 2, എൻജിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അനുഭവം വെച്ച് പറയാലോ, നിങ്ങൾ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ ഏത് വിഷയത്തിനെയും വരും തലമുറയ്ക്ക്, ഇനി അടുത്ത തലമുറയെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇത് ഏൽപ്പിക്കണം എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് വരാനും ഈ ക്യാമ്പസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ ഈ ചെയ്തതിൽ ഒരു 50 to 60% നമുക്ക് അതിൽ ഗ്രോത്ത് പ്രതീക്ഷിച്ചാലും, റിസൾട്ട് പ്രതീക്ഷിച്ചാൽ പോലും, നിങ്ങൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വലിയൊരു പനമരത്തിൻ്റെ ഒരു കൂട്ടം ഉണ്ടാവും. അത് എത്രത്തോളം നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കണമെന്നൊക്കെ ഇപ്പോൾ രാവിലെ ഗുരുവായൂർപ്പട്ടം പറഞ്ഞ് കേട്ടതാണ്. നമ്മുടെ കുട്ടികളെ എല്ലാവരെയും കൂടെ യോജിപ്പിച്ചതുകൊണ്ട് ഒരു പിന്നെ നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പുതിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് അവർ കരിമ്പനക്കൂട്ടം ഉണ്ടാക്കി നമ്മുടെ പാലക്കാടിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രാഥമികമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത്. അപ്പം അവർ നമ്മളെ അവരുടെ ആ കൂട്ടായ്മയിലോട്ട് ഒപ്പം ചേർക്കുകയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് അവരുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെ ഇപ്പോൾ തന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഉള്ള അവരുടെ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അവർ ചെയ്യുന്ന പുതിയ നമ്മുടെ പ്രകൃതി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മളെ എല്ലാവരെയും ഒപ്പം ചേർത്ത അവർക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അപ്പം ഈ കൂട്ടായ്മയിലോട്ട് നമ്മൾ ചേരുന്നതിനോടൊപ്പം നിങ്ങൾ പുതിയതായിട്ട് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പഠിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്ത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും അത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീടുകളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൽ ആത്യന്തികമായിട്ട് അവരും അല്ലെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു അനുഭവമാണ്. കാരണം പ്രകൃതിയോട് ഇണങ്ങി വേണം മനുഷ്യൻ ജീവിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് എഞ്ചിനീയർമാരായ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഈ എക്കോസിസ്റ്റം കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനുള്ള ഈ അവസരം വിനിയോഗിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പനക്കൂട്ടം പ്രവർത്തകരുടെ കോളേജിൻ്റെ NS യൂണിറ്റിൻ്റെ ഭാരവാഹികളും വിദ്യാർത്ഥികൾക്കും നന്ദി പറയുന്നു. വളരെ നന്ദി. സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ്. നമുക്കിതൊരു തുടർച്ച ഉണ്ടാവണം അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുണ്ട്. നെല്ലിയാമ്പതിയും അട്ടപ്പാടിയും നമ്മളെ സംബന്ധിച്ച് എല്ലാ മാസങ്ങളിലും നമുക്ക് പ്ലാസ്റ്റിക് ക്ലീനിങ് പ്രോഗ്രാംസുകളും അധിനിവേശ സസ്യങ്ങളുടെ പിഴുതുമാറ്റ പരിപാടികളുണ്ട്, റീസ്റ്റോറേഷൻ പരിപാടികളുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കാളികളാവാം. അതേപോലെ തന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങൾക്ക് ബേഡിങ് ബേസ് ചെയ്തുകൊണ്ട് മലമ്പുഴയോ തോണിയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രെയിം നിങ്ങൾക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കോളേജ് ബേസ് ചെയ്തിട്ട് ഈ പ്രകൃതി വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സോ അതിൻ്റെ അറിവുകളോ വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹായം ഉറപ്പായിട്ടുണ്ടാവും. ഇതൊരു തുടക്കമാണ് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ആദ്യത്തെ സഹായം കിട്ടുന്നത് 2019 നിലമ്പൂരിൽ ഫ്ലഡ് വന്ന സമയത്താണ്. അന്ന് ഈ ചാലിയാർ പുഴ കടന്നൊരു 8 കിലോമീറ്റർ നടന്നു പോയി ഒരു 4 കോളനികളെ സേവ് ചെയ്തിരുന്നു. അന്ന് ഇവിടെ നിന്ന് ഒരു രാത്രി കൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ, സാറാണ് നേതൃത്വം നൽകുന്നില്ല ആണ്. അപ്പോൾ അവർ ശരിക്കും ഞങ്ങൾക്കൊരു രാത്രി കൊണ്ട് 100-200 ടോർച്ച് ലൈറ്റുകൾ, ചെറിയ ടോർച്ച് ലൈറ്റുകൾ ഞങ്ങൾ ആ കോളനിയിൽ ചെല്ലുന്ന സമയത്ത് കാണുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അവരുടെ വീടും സാധനങ്ങളും എല്ലാം എടുത്തുപോയി. എന്നിട്ട് ഒരു ടാർപോളിൻ വിരിച്ചിട്ട് ഇങ്ങനെ ഡെഡ് ബോഡി കണക്കിന് കുട്ടികളെ, ഡെഡ് ബോഡി പോലെ വേറെ ഒന്നുമില്ല, ഡ്രസ്സില്ല, വേറെ ഒന്നുമില്ല അവർക്ക് കഴിക്കാൻ, ഡെഡ് ബോഡി പോലെ ഇങ്ങനെ കുട്ടികളെ നിരത്തി കിടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളവിടെ പോയി കാണുന്നത്. ആ സമയത്ത് നിങ്ങളിൽ നിന്ന് കിട്ടിയ ആ വെളിച്ചമുണ്ടല്ലോ, അവർക്ക് വളരെ വലുതായിരുന്നു. അവരത് ഒരുപാട് പ്രാവശ്യം ഞങ്ങളോട് പറയുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ വയനാട് ഫ്ലഡ് ഉണ്ടായപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴും നമ്മളവിടെ അവർക്ക് മാറ്റി പാർപ്പിക്കാനൊക്കെ നമ്മൾ ഒരുപാട് പണികാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി.
എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ ഇത് വീണ്ടും തുടരണം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കരിമ്പന ജനകീയ പ്രചാരണത്തിൽ നമ്മുടെ NSS യൂണിറ്റ്സായ 128 188ൻ്റെ കൂടെ സഹകരിച്ച കരിമ്പനക്കൂട്ടം, പിന്നെ നേച്ചർ ഗാർഡ് ഇനിഷ്യേറ്റീവ്, അതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ ജനകീയ പ്രചാരണം കൊണ്ട് ഇപ്പോൾ നമ്മളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ജനകീയ പ്രചാരണം കൊണ്ട് കുറച്ചുകൂടെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു നോളജ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിലൂടെ അത് ബാക്കിയുള്ളവരിലേക്കും എത്തണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. ഇവർ കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളുമായിട്ടൊക്കെ പ്രവർത്തിക്കാം. നമുക്ക് കുറേ അവസരങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ വളരെ പരിമിതമായൊരു ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ കൂടി കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് നീങ്ങാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ ഇതിനേക്ക് സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് ഇത്രയും അവസരം നൽകിയ സ്വാമി സാറിനും പ്രേം സാറ്, ഇതുപോലെ നമ്മുടെ POമാർ, കോളേജ് അധികൃതർ, ബാക്കി എല്ലാ സാറന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് മനസ്സിലാവട്ടെ. എൻ്റെ പേര് അനുരാഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് NSS കോളേജിന്റെ ഗ്രൗണ്ടിലാണ്. NSS യൂണിറ്റുകളായ 128ഉം 198ഉം നാച്ചർ ഗാർഡ് ഇനിഷ്യേറ്റീവും കരിമ്പനക്കൂട്ടവും സംയുക്തമായി നടത്തിയ ഒരു കരിമ്പന നടൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് 200ഓളം കരിമ്പനകളാണ് നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കരിമ്പനകളുടെ കരിമ്പനകളുടെ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജലസംഭരണം, അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ മുഴുവൻ ജലക്ഷാമവും പരിഹരിക്കാൻ കഴിയുന്നതും, അതുപോലെ ഔഷധ ഗുണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി 200ഓളം കരിമ്പനകളാണ് നമുക്കിവിടെ നടാൻ സാധിച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും നമ്മുടെ വരും തലമുറകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള NSSന്റെ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു ഇത്. തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ സമൂഹത്തിനും അതുപോലെ തന്നെ പ്രകൃതിക്കും ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. NSSന് വൈവിധ്യമായ സബ് യൂണിറ്റുകളാണുള്ളത്. ഓരോ സബ് യൂണിറ്റുകളുടെ കീഴിലും പലതരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. മനസ്സിലാവട്ടെ. ഇന്ന് കരിമ്പനക്കൂട്ടവും NGO ആയിട്ട് ചേർന്ന് NSS വോളണ്ടിയേഴ്സ് ഒരു 30 പേരോളം ഞങ്ങളിവിടെ MH ഗ്രൗണ്ട്, മെൻസ് ഹോസ്റ്റൽ ഗ്രൗണ്ടിലെ കരിമ്പനയുടെ വിത്തുകൾ നട്ടു. ഇത് ഞങ്ങൾക്ക് ഇപ്പോഴെല്ലാവർക്കും പ്രയോജനപ്പെടുന്നെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ട് ഞങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആർക്കും ഒരു മടുപ്പുളവാക്കാതെ ഇത്രയും മഴയത്ത് ഞങ്ങളെല്ലാവരും ഓരോ കുഴികളും വെട്ടുകയും അതിനകത്ത് വിത്തുകൾ പാകുകയും ചെയ്തു. ഞങ്ങൾക്കല്ല ഇത് പ്രയോജനം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളുടെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് സാറ് പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന കുടിവെള്ള ക്ഷാമമൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് ആയിട്ട് എടുത്ത ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഇതിന് തോന്നിയത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക സേവനത്തിലൂടെയുള്ള വ്യക്തിത്വ വികസനം എന്നതാണ് NSSന്റെ ഒരു പർപ്പസ്. അപ്പം നമ്മൾ ഈ ചെയ്ത ഈ സാമൂഹിക സേവനത്തിലൂടെയുള്ള നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇന്ന് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പനേന്റെ ഒരു സീഡ് നമ്മൾ വെക്കുന്നത്. പിന്നെ NSSനും മഴയത്ത് ചെയ്തത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 200ഓളം ചെടികളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്തത്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് പനേന്റെ സീഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ പാലക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് ഇത് ഭയങ്കര ബെനിഫിറ്റ് ആവും. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് അത്ര ഉണ്ടാവും ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ 2 വർഷം പിടിക്കും ഇതിന്റെ ഒരു ഗ്രോത്ത് എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് സ്റ്റിൽ ഇവിടെ ഉണ്ടെങ്കിൽ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം, പ്രൗഡായിട്ട് പറയാം ഞങ്ങൾ വെച്ചതാണ് എന്ന് പറയാനുള്ളൊരു നല്ലൊരു അവസരമാണെന്ന് കരുതുന്നു. ഇതിന് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും അതിനൊരു നന്ദി പറയുന്നു. NSS യൂണിറ്റിനും പിന്നെ കരിമ്പനക്കൂട്ടത്തിനും എല്ലാത്തിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പുതിയൊരു എക്സ്പീരിയൻസിന് അവസരം തന്നതിന്. മനസ്സിലാവട്ടെ. ഞങ്ങളുടെ NSS യൂണിറ്റിലെ ഞാനിപ്പോൾ 4th ഇയർ സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ വോളണ്ടിയർഷിപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ആക്ടിവിറ്റി അത്ര മനോഹരമായ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. വന്നതിന്റെ ഭാഗമായിട്ട് കോളേജിന്റെ പല ഭാഗങ്ങളും സഞ്ചരിച്ച് പല കാര്യവും കോളേജിലെ ആരും ഇങ്ങനെ പോവാത്ത ഏരിയകളിലൊക്കെ പോയി മരം നടാനും അവിടുത്തെ ജൈവ ഇതൊക്കെ കണ്ടറിയാനൊക്കെ സാധിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മനസ്സിലാവട്ടെ. അപ്പൊ ഇന്നത്തെ കരിമ്പന നടലില് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വന്നു ഇനി എന്ത് നടാൻ പോകുന്നതാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും നേരെ എങ്ങനെയാണ് നടേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് എന്താ പറയാ, ഞാനും എല്ലാവരും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇന്നെന്റെ പിറന്നാളും കൂടി ആയതിനാൽ ഒരു
ഒരു പ്രകൃതിയോട് ബന്ധപ്പെട്ട രീതിക്ക് ഇന്ന് എനിക്ക് ഇതാക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ച് ഒന്നും നേരം വരെയൊക്കെ പഴയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പഴ കാടും അങ്ങനെ ആ രീതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്ന് ആ ഒരു പഴയുടെ സീഡൊക്കെ എടുത്ത് കൈ പിടിച്ച് കുഴിയൊക്കെ കുഴിച്ച് ഒക്കെ നട്ടപ്പോ ഭയങ്കര അധികം എന്തായിരുന്നു, ഭയങ്കര ഇനി നടാൻ ഇനി നമ്മള് ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് കാണാനുള്ള ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ഇനി ഞങ്ങൾ വരുമല്ലേ ഈ ക്യാമ്പിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഇതൊക്കെ കാണാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ അങ്ങനെ പനകളൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ വളരണമെന്നോ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണെന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടി അതിന്റെ. അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു ഡിഫറെന്റ് एक्सपीरियंस ആയിരുന്നു. मैंने सुना बेटे, मेरा नाम पाल शर्मा है, मैं जम्मू कश्मीर से हूँ. तो आज एनएसएस यूनिट 128 और 198 के तहत इधर हमारे एमएच ग्राउंड में पाम ट्री लगाए गए, जिसमें बहुत अच्छा एक्सपीरियंस है. सभी ने बहुत अच्छा काम किया, सभी ने मिलके ट्रीज वगैरह लगाए इधर. बहुत अच्छा सर से है और हमें ऐसा काम करते रहना चाहिए. जैसे कि आप अब लोग आजकल देख रहे हो कि मैक्सिमम ट्रीज काटे जा रहे हैं, बट ये सही नहीं है. इससे मतलब ग्लोबल वार्मिंग बढ़ रही है. जैसे आप देख सकते हो कि अभी हाईवेज के काम लगे हैं, बहुत सारे फॉरेस्ट काटे जा रहे हैं, जिससे हमारा जो वाइल्ड लाइफ है वो भी कम हो रहा है. और हमें अगर ट्रीज काटने नहीं चाहिए, मतलब ग्रो करने चाहिए. जैसे कि अब एनएसएस यूनिट है, हम अपने जिसके बर्थडे होता है हम ट्रीज एक एक्टिविटी है, इसमें हम एक ट्री लगाते हैं अपने बर्थडे पे. वो बहुत अच्छी एक्टिविटी है. हमें सबको ये प्लांट्स लगाते रहना चाहिए. മനസ്സിലാവട്ടെ, ഞാൻ സൂരജ്, എൻ്റെ വീട് ആലപ്പുഴയാണ്. എനിക്ക് പന എന്നതിനെ പറ്റി വലിയ സുപരിചിതമൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു കരിമ്പന നടൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെന്നും ഇതൊരു പ്രചാരണമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടു. ഞങ്ങൾ 30 വോളണ്ടിയേഴ്സ് ഇന്ന് ഗ്രൗണ്ടിൽ ഗ്യാദർ ചെയ്ത് വന്നിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഇത് നട്ടു. ഇത് ഞങ്ങൾക്ക് അറിയാം, ഇന്നല്ല ഇത് പ്രയോജനം ചെയ്യുന്നത്. ഇത് വർഷങ്ങൾക്ക് ശേഷം, ഒരു 5-10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് ഒരു ഫലമായിട്ട് വരുന്നത്. എങ്കിലും ഞങ്ങൾ ഈ മഴയത്തും ഞങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയോജനമാകത്തില്ല, ഭാവിയിലേക്കായിരിക്കും പ്രയോജനം. സാറ് പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന കുടിവെള്ള ക്ഷാമമെല്ലാം ഇപ്പോഴേ നമുക്ക് തടയാനായിട്ടുള്ള ഒരു മുൻകരുതൽ കൂടിയായിരുന്നു ഇന്നത്തെ ഈ ക്യാമ്പയിൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതുകൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. ഭാവിയിലേക്ക് ഒരു കാര്യം നമ്മളായിട്ടൊരു കാര്യം ചെയ്തു എന്നതിലുള്ള ഒരു സംതൃപ്തിയാണ് എനിക്ക് ഇതിൽ നിന്നുണ്ടായത്. മനസ്സിലാവട്ടെ, എന്റെ പേര് ഗൗതം. നമ്മുടെ ഇന്നത്തെ ഈ പനനടലിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു. മഴയായിട്ട് ഇവിടെ ഞങ്ങൾ ആരും ആവേശം തോർന്നില്ല. പനിയുള്ളവർ വരെ വന്ന് നട്ടിട്ടുണ്ട്. നന്നായി ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. പനനടൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം കോമൺ അല്ല, പാലക്കാട് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ കേരളത്തിലെ പല ഭാഗത്ത് നിന്ന് വന്നവരാ. ഞങ്ങൾക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമാണ്. എന്തുകൊണ്ട് എക്സ്പീരിയൻസ് കിടില. ഇനിയും ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു ഈ കരിമ്പന കൂട്ടത്തിൽ. മനസ്സിലാവട്ടെ, ഇന്ന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പനയൊക്കെ നടുന്നത്. പനയുടെ വിത്തൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പനയിൽ തന്നെ ആടും പെണ്ണൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിയണ ആദ്യമായിട്ടാണ്. അതെങ്ങനെയാ പല രീതിയിൽ നടുന്നതിനനുസരിച്ചാണ് ആണാവുന്നതും പെൺപനി ആൺപനിയൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പഠിച്ചു. എങ്ങനെയാ വിത്തൊക്കെ അത് നടേണ്ടതെന്നുള്ള ക്രമങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ NSSന്റെ പേരിൽ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ അനുഭവം കുറച്ച് വ്യത്യാസമായിരുന്നു. പന നടുന്നത് ഇത്തിരി വ്യത്യാസമുള്ള ഇതാണ്, അതിന്റെ വിത്ത് എടുക്കുന്നതൊക്കെ. അപ്പോ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. എന്റെ പേര് പ്രേം, ഞാനൊരു റിസർച്ചറാണ്. ബേസിക്കലി പാലക്കാട് നിന്നാണ് വരുന്നത്. ഇവിടെ പാലക്കാട് നല്ലേപ്പള്ളി എന്നാണ് സ്ഥലം. സ്വാമി ചേട്ടനെ കാണുകയും പിന്നെ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രോസസ്സിലേക്ക് പങ്കാളിയാവുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ഇവിടെ വന്നപ്പോൾ ഒരു ഫ്യൂച്ചറിൽ വലിയൊരു ഹോപ്പ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഹൈലി പാഷനേറ്റ് അബൌട്ട് നേച്ചർ ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. സോ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവരോടൊപ്പം ഇവരുടെ പാഷന്റെ ഒപ്പം അറ്റ് ദി എൻഡ് ഇവരുടെ കൂടെ നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്നോട് പറ്റുന്നതും എനിക്ക് ചെയ്യാൻ കഴിയുന്നതും മാക്സിമം ഞാൻ ചെയ്യും. സോ വെരി ഹാപ്പി ടു സീ ഓൾ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ്. ആൻഡ് കൂടെ വർക്ക് ചെയ്യുന്നതിലും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷം. പാം ട്രീ നമ്മുടെ പാലക്കാട് ഗ്യാപ്പിൽ, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ അത്രയധികം കാണുന്നൊരു സസ്യമാണ്. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് തന്നെയാണ്. ഭൂഗർഭജലം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇന്ത്യൻ ഒരു ഭൂപ്രദേശം എടുത്തു കഴിഞ്ഞാൽ അതിൽ പാലക്കാട് എന്ന് പറയുന്ന പോലെ റെഡ് സോൺ ആണ്. അതായത് വാക്കൻ സ്പേസ് ആണ് നമ്മുടെ അടിയിൽ ഏറ്റവും കൂടുതലുള്ളത്. സോ അതിനെ റീഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പർപ്പസ് ആണ്. അതിന് നമ്മളൊരു ടൂൾ മാത്രമാണ് ഈ പന എന്ന് പറയുന്നത്. കാരണം പനയുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അത്രയധികം വെള്ളം ഭൂമിയിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഒരു കഴിവുണ്ട്. അപ്പോൾ ആ പാം ട്രീ തെരഞ്ഞെടുക്കുന്നതിൽ
അതിനെ നടുന്നതിലും കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സും കൂടിയുണ്ട്, എക്കോ പൊളിറ്റിക്സ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ പന നടുന്നത് മാത്രമല്ല, അത് എന്തുകൊണ്ടാണ് ഇത്രയധികം സന്നദ്ധ സംഘടനകളുമായിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരിലേക്ക് ഈ എഡ്യൂക്കേഷൻ പാസ് ചെയ്യുക, അവർ ത്രൂ കണ്ടിന്യൂസ് ആയിട്ടൊരു എഡ്യൂക്കേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം കൂടിയുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ താല്പര്യം കണ്ടപ്പോൾ അവരെക്കാളും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കാണ്. അവർ പഠിച്ചിരുന്ന അറിവുകളെ പ്രായോഗികമാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഇപ്പം സത്യത്തിൽ ഞങ്ങൾ. എന്തായാലും വളരെ സ്മാർട്ടായ മക്കളാണ്. അവരിപ്പം ഈ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു 1.5 മണിക്കൂറിനകത്ത് നമുക്കൊരു 200 പനമ്പഴം എന്നാണ് അതിന് പറയുക അവിടെ പാലക്കാടില്. അത് ഒരു 10-400 തൈകളുണ്ട്, 10-400 വിത്തുകളുണ്ടാവും. അത് എല്ലാം പാകി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ക്യാമ്പസിനകത്ത് ഒരു വലിയൊരു പനങ്കൂട്ടം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ്.